ന്യായമറിയുന്നവരും എൻ്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ ജനമേ, എൻ്റെ വാക്കു കേൾക്കുവിൻ. മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട. വസ്ത്രം പോലെ ഇരട്ടവാലനും കമ്പിളി പോലെ പുഴുവും അവരെ തിന്നൊടുക്കും. എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ്, രക്ഷ തലമുറകളോളം നിലനിൽക്കും. ഏശയ്യാ 51. ദൈവം യഹൂദരുടേതു മാത്രമാണോ? വിജാതീയരുടേതുമല്ലേ? അതെ, അവിടുന്ന് വിജാതീയരുടെയും ദൈവമാണ്. എന്തെന്നാൽ ദൈവം ഏകനാണ്. അവിടുന്ന് പരിച്ഛേദിതരെയും അപരിച്ഛേദിതരെയും അവരുടെ വിശ്വാസത്താൽ നീതീകരിക്കും. ആകയാൽ നാം നിയമത്തെ വിശ്വാസത്താൽ അസാധുവാക്കുകയാണ്? ഒരിക്കലുമല്ല, നിയമത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നത്. റോമ 3:29-31. ചിലർ മനോഹരമായ ഇടങ്ങൾ തേടി നടക്കുന്നു, മറ്റു ചിലരാകട്ടെ ആയിരിക്കുന്ന ഇടങ്ങൾ മനോഹരമാക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയുവിൻ. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഈശോയുടെ ഫോൺ നമ്പറാണ് ഇതെന്നാ പറയുന്നത്. ജെറമിയ 33:3. എന്നെ വിളിക്കുക, ഈശോയെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. എന്നിട്ട് പറയാണ്, നിന്റെ ബുദ്ധിക്ക് അതീതവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, കാൽവരി യാത്ര കണ്ടു നിന്നവർക്കൊക്കെ മണ്ടത്തരമായി തോന്നിയിട്ടുണ്ട്. പൊട്ടത്തരമല്ലേ കാട്ടിക്കൂട്ടുന്നത്. ദൈവമായ ഒരു മനുഷ്യൻ നോക്കിയേ, മനുഷ്യന്റെ കൈകൾ കൊണ്ട് ചത്തൊടുങ്ങുന്ന രംഗമാണ്. പക്ഷേ ഈശോ പറയാണ്, നിന്റെ ബുദ്ധിക്ക് അതീതവും നിഗൂഢവുമായ കാര്യങ്ങൾ വെളിപ്പെടുന്ന ഒരു 3-ാം നാൾ കാൽവരി കുരിശിനപ്പുറത്തേക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. പലതും നമുക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ദൈവം എങ്ങനെയൊക്കെ സംഭവിക്കുന്നു? എത്രയോ പരീക്ഷ എഴുതി, എത്രയോ പ്രാർത്ഥിക്കുന്നു, എത്രയെല്ലാം ത്യാഗങ്ങൾ ചെയ്യുന്നു. ഈ നോമ്പ് കാലത്ത് തന്നെ എത്രയോ ത്യാഗങ്ങൾ നമ്മൾ ചെയ്യുന്നു. പക്ഷെ എന്തുകൊണ്ട് ഒരു അനുഗ്രഹം എന്റെ ജീവിതത്തിലേക്ക് വരുന്നില്ല? സാരമില്ല, മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വെളിപാടുകൾ 3-ാം നാൾ ദൈവബുദ്ധിയിൽ സംഭവിക്കും. അതുകൊണ്ട് ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തണം. ഈശോയെ, ഈ വചനം ഇന്ന് എനിക്ക് ശക്തി നൽകട്ടെ. 51-ാമത്തെ ദിവസം എന്റെ ബുദ്ധിക്ക് അതീതമായ നിഗൂഢമായതെല്ലാം വെളിപ്പെട്ട് കിട്ടുവാൻ ഈ നോമ്പ്, ഈ ഉപവാസം, ഈ ദാനധർമ്മം എന്നെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. To show my talent, I'll paint this portrait of Jesus, starting with the hair and eyes, adding depth and shading. Now for the beard and crown, bringing it all together, and it's finished. Oh my God. How is this magic possible? As these doves bring a message of hope. The message is here. The message is here. To business side. We cannot wait on this any longer. Jesus coming soon. Look, the dove is towing the sign.
goodness, what's going on here? ഒരു സന്ദേശം. മാർച്ച് മാസം പകുതിയാകുമ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം വീടുകളിലും വല്ലാത്തൊരു നിശബ്ദതയോ അല്ലെങ്കിൽ വല്ലാത്തൊരു ബഹളമോ ആയിരിക്കും. കാരണം മറ്റൊന്നുമല്ല, 10ാം ക്ലാസ്, +1, +2 പബ്ലിക് പരീക്ഷകൾ തുടങ്ങുകയാണ്. പരീക്ഷാമണി മുഴങ്ങാൻ ദിവസങ്ങളും മണിക്കൂറുകളോളം മാത്രം ബാക്കി നിൽക്കെ മക്കളുടെ ഹൃദയമിടിപ്പ് കൂടുന്നത് സ്വാഭാവികമാണ്. ഒപ്പം മാതാപിതാക്കളുടെയും. എത്രയൊക്കെ പഠിച്ചാലും എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്നൊരു തോന്നൽ പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് എല്ലാവർക്കും ഉണ്ടാകും. അത് വലിയൊരു അത്ഭുതമൊന്നുമല്ല, നമ്മുടെ തലച്ചോറിൻ്റെ ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. പരീക്ഷ എന്നത് ജീവിതത്തിലെ ഒരു ചെറിയ കടമ്പ മാത്രമാണ്. അത് ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ശാന്തമായ ആത്മവിശ്വാസത്തോടെ പരീക്ഷാ ഹാളിൽ എത്താനും അറിവുള്ള കാര്യങ്ങൾ തെറ്റാതെ എഴുതി ഫലിപ്പിക്കാനും വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ചില പ്രായോഗിക കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതൊരു കഷലായ സംസാരമായി മാത്രം എടുത്താൽ മതി. ഇതിലെ മന്ത്രങ്ങൾ പൂജയോ പ്രാർത്ഥനയോ അല്ല, മറിച്ച് മനസ്സിനെ ശാന്തമാക്കാനുള്ള ചില സൈക്കോളജിക്കൽ ടെക്നിക്കുകളാണ്. പരീക്ഷയ്ക്ക് തലേദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പരീക്ഷാ ഹാളിലെ പ്രകടനം തീരുമാനിക്കുന്നത് പരീക്ഷയുടെ തലേദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. 1. ഉറക്കമാണ് ഏറ്റവും വലിയ മരുന്ന്. നാളെ പരീക്ഷയാണെന്ന് കരുതി രാത്രി ഉറങ്ങാതെ പുലർച്ചെ 3-4 മണിവരെ കുത്തിയിരുന്ന് പഠിക്കുന്നത് ചിലരുടെ ശീലമാണ്. ഇത് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അബദ്ധമാണ്. നിങ്ങൾ വർഷം മുഴുവൻ പഠിച്ച കാര്യങ്ങൾ തലച്ചോറിൽ കൃത്യമായി സേവ് ചെയ്യപ്പെടണമെങ്കിൽ മെമ്മറി കോൺസോളിഡേഷൻ ചുരുങ്ങിയത് 6-7 മണിക്കൂറെങ്കിലും നല്ല ഉറക്കം ലഭിച്ചിരിക്കണം. ഉറക്കമൊഴിച്ച് പഠിച്ചാൽ പിറ്റേ ദിവസം പരീക്ഷാ ഹാളിൽ വെച്ച് തലവേദനയും ക്ഷീണവും വരികയും നന്നായി അറിയാവുന്ന കാര്യങ്ങൾ പോലും മറന്നുപോവുകയും ചെയ്യും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കരുത്. തലേ ദിവസം രാത്രി ഇതുവരെ തൊട്ടുപോലും നോക്കാതെ പുതിയ ചാപ്റ്ററുകൾ പഠിക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുകയേ ഉള്ളൂ. അതിനു പകരം നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഭാഗങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യുക. ഷോർട്ട് നോട്ടുകൾ, മൈൻഡ് മാപ്പുകൾ, പ്രധാനപ്പെട്ട ഫോർമുലകൾ എന്നിവ മാത്രം നോക്കി മനസ്സിലാക്കുക. 3. പരീക്ഷാ കിറ്റ് തയ്യാറാക്കുക. രാവിലെ എഴുന്നേറ്റ് പരീക്ഷയ്ക്ക് പോകുന്ന ധൃതിയിൽ ഹോൾ ടിക്കറ്റ് എവിടെ, പേന എവിടെ എന്ന് തപ്പി നടക്കുന്നത് വലിയ ടെൻഷൻ ഉണ്ടാക്കും. അതിനാൽ തലേദിവസം രാത്രി തന്നെ ഹോൾ ടിക്കറ്റ്, ആവശ്യത്തിന് പേനകൾ, എഴുതുന്നത് മഷി പടരാതെ പേനകൾ, പെൻസിൽ, സ്കെയിൽ, ഇറസർ, ജോമെട്രി ബോക്സ് എന്നിവ ഒരു സുതാര്യമായ പൗച്ചിലാക്കി ബാഗിൽ വയ്ക്കുക. കുടിക്കാൻ വെള്ളം കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലും എടുത്തു വയ്ക്കുക. പരീക്ഷാ ദിവസത്തെ പ്രഭാതം. പരീക്ഷാ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഒരു പോസിറ്റീവ് എനർജി നിലനിർത്താൻ ശ്രമിക്കണം. ഭക്ഷണം നിർബന്ധം. ടെൻഷൻ കാരണം രാവിലെ പലർക്കും ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. എന്നാൽ വെറും വയറ്റിൽ പരീക്ഷ എഴുതാൻ പോകരുത്. ഗ്ലൂക്കോസ് നില കുറയുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത കുറയും. എളുപ്പം ദഹിക്കുന്ന ലഘുവായ പ്രഭാത ഭക്ഷണം, ഇഡ്ഡലി, പുട്ട് പോലുള്ളവ കഴിക്കുക. വയറു നിറയെ വാരി വലിച്ച് കഴിച്ചാൽ പരീക്ഷാകാലിൽ ഉറക്കം വരും. അതുകൊണ്ട് മിതമായി കഴിക്കുക. സ്കൂൾ മുറ്റത്തെ ഭീകരാന്തരീക്ഷം ഒഴിവാക്കുക. പരീക്ഷാ ദിവസം സ്കൂളിലെത്തിയാൽ ചില സുഹൃത്തുക്കളുണ്ട്.
അവർ ഒരു പുസ്തകം പിടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ട് ചോദിക്കും, എടാ 5-ാമത്തെ ചാപ്റ്ററിലെ ആ ചോദ്യം നീ പഠിച്ചോ? അത് ഉറപ്പായും വരും. നിങ്ങൾക്ക് ആ ചോദ്യത്തെക്കുറിച്ച് ഒരുപക്ഷെ വലിയ ധാരണയുണ്ടാകില്ല. അതോടെ അതുവരെ ഉണ്ടായിരുന്ന സകല ആത്മവിശ്വാസവും തകർന്നടിയും. ഇത്തരം പാനിക് ക്രിയേറ്റർമാരിൽ നിന്നും പരീക്ഷയ്ക്ക് മുമ്പ് ഒഴിഞ്ഞു മാറുന്നതാണ് ഏറ്റവും ബുദ്ധി. പകരം കൂളായി നിൽക്കുന്ന, പോസിറ്റീവായി സംസാരിക്കുന്ന കൂട്ടുകാരുമായി സമയം ചിലവഴിക്കുക. പരീക്ഷാ ഹാളിലേക്ക് ശാന്തത കിട്ടാനുള്ള മന്ത്രങ്ങൾ. ബെല്ലടിച്ച് നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കയറി സ്വന്തം സീറ്റിലിരുന്നു. ഇനി മുതൽ ചോദ്യപേപ്പർ കിട്ടുന്നവരുടെ സമയമാണ് ഏറ്റവും കൂടുതൽ നെഞ്ചടിപ്പ് കൂടുന്നത്. ഈ സമയത്ത് പ്രയോഗിക്കാൻ ചില ലളിതമായ മന്ത്രങ്ങൾ, ടെക്നിക്കുകൾ ഇതാ. 1. ശ്വാസത്തെ നിയന്ത്രിക്കുക. ഡീപ്പ് ബ്രീത്തിങ്. ടെൻഷൻ വരുമ്പോൾ നമ്മുടെ ശ്വാസം വേഗത്തിലാകും. ഇതിനെ നിയന്ത്രിക്കാൻ 4, 7, 8 ടെക്നിക്ക് ഉപയോഗിക്കാം. 4 സെക്കൻഡ് സമയമെടുത്ത് മൂക്കിലൂടെ പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 7 സെക്കൻഡ് നേരം ശ്വാസം ഉള്ളിൽ പിടിച്ചു വയ്ക്കുക. 8 സെക്കൻഡ് സമയമെടുത്ത് വായിലൂടെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് 3-4 തവണ ആവർത്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയമിടിപ്പ് സാധാരണഗതിയിലാവുകയും മനസ്സ് ശാന്തമാകുകയും ചെയ്യും. മന്ത്രം 2. പോസിറ്റീവ് സെൽഫ് ടോക്ക്. പോസിറ്റീവ് മനസ്സിനോട് തന്നെ സംസാരിക്കുക എന്നതാണ് 2-ാമത്തെ കാര്യം. എനിക്കൊന്നും ഓർമ്മയില്ല, ചോദ്യം പാടായിരിക്കുമോ എന്നൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിർത്തുക. പകരം ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്, എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ നന്നായി എഴുതും, ഇതൊരു ചെറിയ പരീക്ഷ മാത്രമാണെന്ന് മനസ്സിനോട് തന്നെ ആവർത്തിച്ച് പറയുക. മന്ത്രം 3. ഗ്രൗണ്ടിങ് ടെക്നിക്ക്. വല്ലാത്തൊരു ഭയം തോന്നുമ്പോൾ ശ്രദ്ധ തിരിക്കാനുള്ള വഴിയാണിത്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ഇൻവിജിലേറ്റർ, ഡെസ്ക്, വാച്ച്, ജനൽ, ഫാൻ. ഇത് നിങ്ങളുടെ ചിന്തകളെ ഭയത്തിൽ നിന്നും വർത്തമാനകാലത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. പ്രസൻറ്റ് മൊമെൻറ്റ്. ഒരു സിപ്പ് വെള്ളം കുടിക്കുന്നതും റിലാക്സ് ചെയ്യാൻ നല്ലതാണ്. ചോദ്യപേപ്പർ കൈകളിലെത്തുമ്പോൾ കൂൾ ഓഫ് ടൈം എന്ന ആന്തരിക സമയം. പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ലഭിക്കുന്ന 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമയം പേന എടുത്ത് എന്തെങ്കിലും കുത്തി കുറിക്കാനുള്ളതല്ല. ആദ്യം നെഞ്ചുനിറിയ ഒരു ശ്വാസമെടുത്ത് ചോദ്യപേപ്പർ ശാന്തമായി വായിക്കുക. ആദ്യത്തെ വായനയിൽ തന്നെ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ ഇത് അറിയില്ലെന്ന് തോന്നും. അവിടെ ഉടക്കി നിൽക്കരുത്. അറിയാത്ത ചോദ്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാനുള്ള സമയമല്ലത്. അറിയുന്ന ചോദ്യങ്ങൾ, പാതി അറിയാവുന്നവ, തീരെ അറിയാത്തവ എന്നിങ്ങനെ ചോദ്യങ്ങളെ തരംതിരിക്കുക. ചെറിയ പെൻസിൽ മാർക്കുകൾ ഇടാം. ഏത് ചോദ്യത്തിന് നിന്ന് ഉത്തരം എഴുതി തുടങ്ങണം എന്നതിൻ്റെ ഒരു രൂപരേഖ മനസ്സിൽ തയ്യാറാക്കുക. ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഏറ്റവും എളുപ്പമുള്ളതിൽ നിന്ന് തുടങ്ങുക. എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന 100% ഉറപ്പുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരം എഴുതി തുടങ്ങുക. ആദ്യത്തെ 3-4 ഉത്തരങ്ങൾ നന്നായി എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാകും. നിങ്ങളുടെ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആകും. പിന്നീട് പാതി അറിയാവുന്ന ചോദ്യങ്ങൾ കൂടി ഓർത്തെടുത്ത് എഴുതാൻ ഈ ആത്മവിശ്വാസം സഹായിക്കും. 2. സമയക്രമീകരണം. പരീക്ഷാ ഹാളിൽ ഏറ്റവും വലിയ വില്ലൻ സമയമാണ്. 2 മാർക്കിൻ്റെ ചോദ്യത്തിന് 1/2 പേജ് ഉത്തരം എഴുതി സമയം കളയരുത്. മാർക്കിനനുസരിച്ച് വേണം ഉത്തരത്തിൻ്റെ നീളം തീരുമാനിക്കാൻ. ഓരോ സെക്ഷനും ഇത്ര സമയമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുകയും ഇടയ്ക്കിടെ വാച്ചിൽ സമയം നോക്കുകയും ചെയ്യുക. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓർമ്മ വരുന്നില്ലെങ്കിൽ അതിനുവേണ്ടി സമയം കളയാതെ കുറച്ച് സ്ഥലം വിട്ടിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക. ചിലപ്പോൾ പരീക്ഷ തീരുന്നതിന് മുമ്പ് ആ ഉത്തരം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരും. വൃത്തിയും വ്യക്തതയും. നിങ്ങളുടെ ഉത്തരം വായിക്കുന്ന അധ്യാപകന് അത് പെട്ടെന്ന് മനസ്സിലാകണം. മുത്തുപോലുള്ള കൈയക്ഷരം വേണമെന്നില്ല, പക്ഷേ എഴുതുന്നത് വായിക്കാൻ കഴിയുന്നതാകണം. പ്രധാനപ്പെട്ട പോയിന്റുകൾ അടിവരയിടുന്നത്, അണ്ടർലൈൻ, മാർക്ക് നൽകുന്ന അധ്യാപകന് നിങ്ങളുടെ ഉത്തരപേപ്പറിനോട് ഒരു മതിപ്പുണ്ടാക്കാൻ സഹായിക്കും. പാരഗ്രാഫായി എഴുതുന്നതിനേക്കാൾ പോയിന്റുകളായി ബുള്ളറ്റ് പോയിന്റ്സ് എഴുതുന്നത് കൂടുതൽ മാർക്ക് നേടിക്കൊടുക്കും. ഒരു ചോദ്യവും വെറുതെ വിടരുത്. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത പരീക്ഷകളായതിനാൽ തീരെ അറിയാത്ത ചോദ്യങ്ങൾക്കും എന്തെങ്കിലും എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. ആ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതുക. ചിലപ്പോൾ ആ ചോദ്യം തെറ്റാണെങ്കിലും അല്ലെങ്കിലും അതിലെ ഏതെങ്കിലും ഒരു കീവേഡ് നിങ്ങളുടെ ഉത്തരത്തിൽ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ലാസ്റ്റ് ബെൽ അടിച്ചു, പേപ്പർ കൊടുത്തു, ഇനി ആ പരീക്ഷയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുക. പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഉടൻ കൂട്ടുകാരുമായി ചേർന്ന് ഉത്തരങ്ങൾ ഒത്തുനോക്കുന്ന പരിപാടി, പോസ്റ്റ് മോർട്ടം, പൂർണ്ണമായി ഒഴിവാക്കുക. അയ്യോ, ആ ചോദ്യത്തിന് ഞാൻ എഴുതിയ ഉത്തരം തെറ്റാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞാൽ അത് നിങ്ങളുടെ അടുത്ത പരീക്ഷയും ബാധിക്കും.
കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി വരുന്ന പരീക്ഷകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഒരു സ്മാർട്ട് വിദ്യാർത്ഥി ചെയ്യേണ്ടത്. വീട്ടിലെത്തിയാൽ നന്നായി വിശ്രമിക്കുക. അല്പം നേരം പാട്ട് കേൾക്കുകയോ വെറുതെ കിടക്കുകയോ ചെയ്യാം. അതിനുശേഷം മാത്രം അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക. മാതാപിതാക്കളോടൊരു വാക്ക്. മക്കൾ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാം എഴുതിയോ, ഫുൾ മാർക്ക് കിട്ടുമോ, പക്കത്തെ വീട്ടിലെ കുട്ടി എത്ര ചോദ്യം എഴുതി എന്നൊക്കെയുള്ള ചോദ്യോത്തരങ്ങൾ ഒഴിവാക്കുക. എങ്ങനെയുണ്ടായിരുന്നു, നീ നിൻ്റെ ബെസ്റ്റ് നൽകിയല്ലോ, അത് മതി എന്നൊരു വാക്ക് അവർക്ക് നൽകുന്നത് ആശ്വാസം വളരെ വലുതായിരിക്കും. മാർക്കുകൾക്ക് അപ്പുറം അവർക്ക് നിങ്ങളുണ്ട് എന്ന തോന്നൽ നൽകുക. പ്രിയപ്പെട്ട മക്കളോട് അവസാനമായി, പരീക്ഷ എന്നത് നിങ്ങളുടെ ഓർമ്മശക്തിയെയും സമയക്രമീകരണത്തെയും അളക്കുന്ന ഒരു ചെറിയ ടൂൾ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തെയോ ഭാവിയിലെ വിജയങ്ങളെയോ 100% തീരുമാനിക്കുന്നത് പരീക്ഷാ പേപ്പറിലെ ഈ മാർക്കുകളല്ല. ലോകത്ത് വലിയ വിജയങ്ങൾ നേടിയ പലരും സ്കൂൾ പരീക്ഷകളിൽ ശരാശരി വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു. അതുകൊണ്ട് പരീക്ഷയെ ഒരു യുദ്ധമായി കാണാതെ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായി മാത്രം കാണുക. നല്ല ആത്മവിശ്വാസത്തോടെ ശാന്തമായ മനസ്സോടെ ആ 10, 11, 12 ക്ലാസ്സുകളിലെ പരീക്ഷകളെ നേരിടുക. പരീക്ഷകൾ ഒരു പോർക്കളമല്ല, നിങ്ങൾ വർഷം മുഴുവൻ തയ്യാറെടുത്ത ഒരു സ്റ്റേജാണ്. അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. Lord, I put everything in your hands today. My family, my health, my home, my security, my fears. You are the only one I trust with all I have and all I am. Amen. നല്ല ചിന്ത. പണ്ടൊരു രാജ്യത്തെ ഏറ്റവും മികച്ച വേട്ടക്കാരൻ എന്ന് അഹങ്കരിച്ചിരുന്ന ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം മലമുകളിലെ ഭീകരനായ ഒരു വ്യാളിയെ പിടിക്കാൻ വേണ്ടി യാത്ര പുറപ്പെടുകയാണ്. കുറേ ദിവസം കഷ്ടപ്പെട്ട് മല കയറി കൊടുമുടിയുടെ ഏറ്റവും അഗ്രത്തിലുള്ള ഒരു ഗുഹയിൽ അദ്ദേഹം എത്തിച്ചേരുമ്പോൾ കാണുന്നത് വ്യാളിയുടെ ശരീരം തണുത്തുറച്ച് കിടക്കുന്നതാണ്. അയാൾ ഒരു വിധത്തിൽ അതിനെ വലിച്ച് താഴെ ഇറക്കി താഴ്വരയിലെ തൻ്റെ രാജ്യത്തെത്തി എല്ലാവരോടുമായി പ്രഖ്യാപിച്ചു, താനാണ് വ്യാളിയെ കൊന്നത് എന്ന്. ആളുകളൊക്കെ അത്ഭുതകാരോടെ അയാളുടെ മുമ്പിൽ തലകുരിക്കുന്നത് കണ്ട് ഒട്ടൊരു അഹങ്കാരത്തോടെ തന്നെ അയാൾ തലയുയർത്തി നിന്നു. പക്ഷെ നാട്ടിലെ കൊടും ചൂട് കാരണം വ്യാളി അതിൻ്റെ ശീതകാല നിദ്രയിൽ നിന്ന് ഉണർന്നു. എന്തിനേറെ പറയണം, അലറി വിളിച്ചുകൊണ്ട് കുറേയധികം പേരെ കൊന്നു വീഴ്ത്തി. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ വേട്ടക്കാരൻ്റെയും ജീവനെടുത്തു. അർഹതയുള്ള വിജയങ്ങളിൽ മാത്രമേ നാം അഭിമാനിക്കാവൂ. അബദ്ധത്തിൽ സംഭവിക്കുന്നവ ആവർത്തിക്കണമെന്നില്ല. അനർഹമായ ചില വിജയങ്ങളിൽ അഹങ്കരിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ അത്യാഹിതങ്ങൾ തന്നെ സംഭവിച്ചേക്കാം. നാം പ്രസിദ്ധി നേടേണ്ടത് നമ്മുടെ പ്രവൃത്തികളുടെ ഗുണമേന്മയും ആത്മാർത്ഥതയും കൊണ്ടാണ്. അല്ലാതെ മാന്ത്രിക വിദ്യയും ചെപ്പടി സൂത്രവിദ്യകളും കൊണ്ടൊക്കെ നമുക്ക് ഒരിക്കലും ചരിത്ര പുരുഷന്മാർ ആയി അർഹതയുള്ള വിജയങ്ങളിൽ മാത്രമേ നാം അഭിമാനിക്കാവൂ. അബദ്ധത്തിൽ സംഭവിക്കുന്നവ ആവർത്തിക്കണമെന്നില്ല. അനർഹമായ ചില വിജയങ്ങളിൽ അഹങ്കരിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ അത്യാഹിതങ്ങൾ തന്നെ സംഭവിച്ചേക്കാം. നാം പ്രസിദ്ധി നേടേണ്ടത് നമ്മുടെ പ്രവൃത്തികളുടെ ഗുണമേന്മയും ആത്മാർത്ഥതയും കൊണ്ടാണ്. അല്ലാതെ മാന്ത്രിക വിദ്യയും ചെപ്പടി സൂത്രവിദ്യകളും കൊണ്ടൊക്കെ നമുക്ക് ഒരിക്കലും ചരിത്ര പുരുഷന്മാരായി മാറാനാവില്ല. സാധാരണ ജീവിതം കൊണ്ട് അസാധാരണമായ ചില ഇടപെടലുകൾ നടത്തുക. നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നല്ല നല്ല മാറ്റങ്ങൾക്ക് നാം തുടക്കം കുറിക്കുക. മാറി ചിന്തിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക. ഇത് തന്നെയാണ് കൃത്രിമമായ മായാജാലങ്ങളെക്കാൾ എന്തുകൊണ്ടും പ്രസക്തിയായിട്ടുള്ളത്. മറ്റേ നമ്മൾ പറയാറില്ലേ, തരത്തിൽ പോയി കളിക്കാൻ. എല്ലാത്തിനും നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ. നമ്മൾ മരുഭൂമിയിലെ പരീക്ഷയിൽ കാണുന്നില്ലേ, ഈശോന്റെ അടുത്ത് വന്നിട്ട് സാത്താൻ പറയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഇതേ കല്ലപ്പാക്ക്, നീ ദൈവപുത്രനാണെങ്കിൽ ഇതേ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാട്. ഈശോ ചെയ്യണില്ല. ഈശോ വളരെ സിമ്പിളായിട്ട് പറയാണ്,
എല്ലാ ചലഞ്ചസിനോടും നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരയുന്നതും ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ച് എന്നും നടത്തിയിടും ധരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനിന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനിന്നും ശക്തനല്ലയോ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? ചെങ്കടലിനും വഴി തുറപ്പാൻ ഞാനിന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനിന്നും ശക്തനല്ലയോ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് പ്രാർത്ഥനയോടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും പ്രവാസികളായവർക്കും അവിടെ
ഭീഷണി നടക്കുന്ന രാജ്യങ്ങളിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലെയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.